കേരളം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ആശ്വാസമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. വയനാട് ഉരുൾപൊട്ടലിലുണ്ടായ മേഖലയിൽ നിന്ന് 4 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി. പടവെട്ടിക്കുന്ന് വെള്ളാർമലയുടെ ഭാഗത്ത് നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. ഇക്കാര്യം കരസേനാ വക്താവ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പുരുഷന്മാരെയും സ്ത്രീയെയുമാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. പെൺകുട്ടിയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. കാഞ്ഞിരത്തോട്ടത്ത് ജോണി, ജോമോൾ, എബ്രഹാം, ക്രിസ്റ്റി എന്നിവരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമിക വിവരം. ദുരന്തം ബാധിക്കാത്ത മേഖലയിലെ വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇവർ. 4 പേരെയും ബന്ധുവീട്ടിലേക്ക് അയച്ചതായും അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിന്റെ 4ാം നാളാണ് രക്ഷപ്പെടുത്തിയത്. 40 ടീമുകളായി തിരിഞ്ഞ് 6 മേഖലകളിലായി നടത്തിയ വ്യാപക തിരച്ചിലായിരുന്നു ഇവരെ കണ്ടെത്തിയതും. കൂടുതൽ പേരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാപക തിരച്ചിൽ തുടരുന്നത്. അട്ടമലയിലും ആൻഡ്രമലയിലും ചേർന്നാണ് ആദ്യത്തെ സോൺ നടത്തിയിരുന്നത്. മുണ്ടക്കൈ 2ാമത്തെ സോൺ, പുഞ്ചിരിമട്ടം 3ാമത്തേതും, വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തേതും, GVHSS വെള്ളാർമല 5ാമത്തെ സോണുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പുഴയുടെ അടിവാര ഭാഗത്താണ് 6ാമത്തെ സോൺ ഉള്ളത്. അതേസമയം ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ കണ്ടെടുത്തിരുന്നു. വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്നും ഒരു മൃതദേഹവും, മേപ്പാടിയിൽ നിന്ന് ഒരു മൃതദേഹവും, ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹവുമാണ് കണ്ടെടുത്തത്. മലപ്പുറത്ത് ചാലിയാർ പുഴയുടെ ഭാഗമായ ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്നാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത്. പോത്തുകൽ ഭാഗത്ത് നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പുഴയുടെ തീരത്ത് 2 കൂറ്റൻ കല്ലുകൾക്കിടയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. പരിസരവാസികൾ പറയുന്നതനുസരിച്ച് പോലീസ് സംഘമെത്തി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂരൽമല വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്നും കണ്ടെടുത്ത മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റി. 10 മണിയോടെയാണ് മേപ്പാടിയിൽ തിരച്ചിൽ സംഘം ഒരു മൃതദേഹം കണ്ടെടുത്തത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 294 ആയി ഉയർന്നിട്ടുണ്ട്. 105 മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 240 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം. 1700 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ 40 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇന്ന് ദുരന്ത മേഖലയിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. 6 സോണുകളായി തിരിച്ചാണ് ഈ ഒരു പരിശോധന തുടരുന്നത്. ബെയിലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിക്കും. ചാലിയാർ പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ 40 ടീമുകൾ തിരച്ചിൽ മേഖല 6 സോണുകളായി തിരിച്ചാണ് അവിടെയും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അട്ടമലയിലും ആറന്മലയിലും ചേർന്നാണ് ആദ്യത്തെ ഒരു സോൺ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് 2 മൃതദേഹം നേരത്തെ എടുത്തത്. സൈന്യം, NDRF, GST, കോസ്റ്റ് ഗാർഡ്, നേവി, MEG ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. ഓരോ ടീമിലും 3 നാട്ടുകാരെയും ഒരു വനംവകുപ്പ് ജീവനക്കാരും ഉണ്ടാവും. ഇതിനു പുറമെ ചാലിയാർ പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് ഒരേ സമയം 3 രീതിയിൽ തിരച്ചിലും നടത്തുന്നുണ്ട്. 40 കിലോമീറ്ററിൽ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷന്റെ പുഴഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരും നാട്ടുകാരും ചേർന്ന് തിരയും. പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റു തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനം വകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ താങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തുകയാണ്. ഇതിനിടയിലാണ് കേരളത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത്.